മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ, ക്യാമറ, ഫോട്ടോഗ്രാഫിയൊക്കെ ഗംഭീരം, നല്ല കഥ. ഇതുവരെ അങ്ങനെ മലയാളത്തിൽ സ്ഥിരമായിട്ട് പറയാത്ത ഒരു പുതിയ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കഥ. നന്നായിട്ടുണ്ട് എല്ലാ നിലക്കും. ശരിക്കും അവസാനമൊക്കെ വളരെ ടച്ചിങ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ നിർമ്മാതാക്കൾ, സംവിധായകർ, അഭിനേതാക്കൾ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ അവരെല്ലാം പ്രശംസ അർഹിക്കുന്നുണ്ട്. ദിലീഷ് പോത്തനും ജാഫറും അതിഗംഭീരമാക്കി അവരുടെ റോള്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. അമ്മ എന്നുള്ള സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. താങ്ക്സ് ടു ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ. അപ്പോൾ ഈ ഒരു നല്ല പടത്തിൻ്റെ ഭാഗമാവാൻ, ചെറിയൊരു വേഷമാണെങ്കിൽ കൂടി ഒരു നല്ല പടത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. സിനിമ നിങ്ങളും കണ്ടു, നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്നറിയുന്നതിൽ എനിക്കും സന്തോഷമുണ്ട്. അപ്പോൾ കാണുന്ന ആൾക്കാരോട് എനിക്ക് ഇതേ പറയാനുള്ളൂ, എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്, നല്ല രസമുള്ള, മനസ്സിന് സമാധാനം തരുന്നൊരു മൂവിയാണെന്ന് പറയാൻ സാധിക്കും. എന്തായാലും ഇത് വിജയമാക്കണമെന്ന് ഞാൻ നിങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. തീം വൈസ് ഒരു ഇമോഷണലി നമ്മളൊന്ന് കണക്ട് ചെയ്യപ്പെട്ട രീതിയിലുള്ളൊരു പടമായിരുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, സബ്ജക്റ്റ് എങ്ങനെയാണ്. എന്തായാലും ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അമ്മ, ഒരു അമ്മ മകൾ, ഒരു കുട്ടിക്ക് പാരൻറ്റിങ് എത്രത്തോളം അത്യാവശ്യമാണ് എന്നുള്ളതും, അച്ഛനമ്മമാർക്ക് കുട്ടികളെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യേണ്ടതെന്നും എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. ഭയങ്കര ഇമോഷണലി നമുക്ക് കണക്റ്റ് ആവും. ഹൈലൈറ്റ് സീൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു പ്രകടനമൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. അതിനെക്കൊണ്ട് എങ്ങനെ അഭിനയിപ്പിച്ച സംവിധായകന് കയ്യടി, തോമസ് സെബാസ്റ്റ്യൻ, അദ്ദേഹത്തിന് കയ്യടി. നല്ല രസമുള്ള വർക്ക്. നിമിഷ് ക്യാമറയും കൊള്ളാം. എല്ലാം ആക്ടേഴ്സ് എവരിവൺ ഹാസ് ഡൺ ദിയർ റോൾ എസ്പെഷ്യലി വെൽ. നല്ലൊരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡാണോ അതോ ഫീൽ ഇമോഷണൽ ആണോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പടം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ജീവിത കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മളൊന്നും കാണാത്ത ഒരു പുതിയ അനുഭവമുണ്ട് ഈ സിനിമയിൽ. അത് എല്ലാവരുടെയും അഭിനയം ഏറ്റവും മനോഹരമായിരുന്നു. അത് കൊച്ചുകുട്ടി മുതൽ ഏറ്റവും പ്രായം ചെന്ന ആളുടെ വരെ അഭിനയ തികവ് മനോഹരമാണ്. പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടും മനസ്സ്, കണ്ണുകൾ നിറഞ്ഞു പോകുന്ന പല രംഗങ്ങളും ഇതിലുണ്ട്. അതുപോലെ ഒരു ഭാവനാസമ്പന്നമായിട്ടുള്ള ഇത് എഴുതാൻ കഴിഞ്ഞു, ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു, ഡയറക്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. വളരെ മനോഹരമായിട്ട് ഇതിൽ പാട്ടുകൾ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിൻ്റെ പാട്ടുകളിലെല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നു, ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു വിജയമാണ്. എന്തായാലും അമ്മ എന്നാണോ എന്നാണോ ഇതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു കഥയാണ്, സന്തോഷമായി. ഇതൊരു നഷ്ടമല്ല ആർക്കും കാണുന്നത്. ജീവിതത്തിൽ ഈ ഒരു സിനിമ കാണുന്നത് ആർക്കും നഷ്ടമല്ല. നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിജയം. എംഎൽഎമാർ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നുന്നു. അതുപോലെ അതിനുപരിയായിട്ട് നല്ലൊരു കഥയായിരുന്നു. അതുകൊണ്ടാണല്ലോ നമുക്ക് സങ്കടം തോന്നിയത്. സ്വാഭാവികമായിട്ടും ചുമ്മാ ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ വളരെ നല്ല സിനിമ, നല്ല കഥ, വളരെ നല്ല കഥ. ഈ കാലഘട്ടത്തിലൊക്കെ നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരും എല്ലാ തരത്തിലും പ്രായത്തിലുള്ളവർ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. ഈ സിനിമ വലിയ വിജയത്തിലേക്ക് എത്തിക്കട്ടെ. ഈ സിനിമയ്ക്ക് അവാർഡുകൾ കിട്ടുന്ന തരത്തിലുള്ള ഒരു കഥയാണ് എന്ന് എൻ്റെ ഒപ്പം കണ്ടുകൊണ്ടിരുന്ന സുകുമാരൻ ചേട്ടനോട് പറഞ്ഞു. ആ തലത്തിലേക്ക് ഇത് ഉയരട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ല ഫിലിം, ഒരു ഫീലൊക്കെ ഉണ്ട്. ഫാമിലിക്ക് പിടിക്കത്തുള്ളൂ, പക്ഷെ ഫാമിലീസ് കാണാം. നല്ല പടം, നന്നായിട്ടുണ്ട്. അതെ, ആ കുഞ്ഞിനാണ് നല്ല, ശരിക്കും ഒറിജിനാലിറ്റി. ആ പൊടി കുഞ്ഞ് അത് ഫീൽ ചെയ്യും. അതെന്തായാലും നമുക്ക് നമ്മളെ പോലെയുള്ള അമ്മമാർക്കൊക്കെ അത് കാണുമ്പോൾ ഒരു സങ്കടം വരും. ന്യൂ ജനറേഷൻ അല്ല, ഞാൻ ഫാമിലിയാണ് ഞാൻ പറയുന്നത്. നല്ല പടം, നല്ല സോങ്. ലീല ജോസഫിൻ്റെ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സോങ് ആയിരുന്നു. അത് മാത്രമല്ല, അതിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ളവരെല്ലാവരും ഓരോരുത്തരും അവരുടെ റോള് ശരിക്കും പറയാതിരിക്കാൻ പറ്റുന്നത്. ഇത്രയും നല്ലൊരു മൂവി ഈ അടുത്ത കാലത്തൊക്കെ കണ്ടിട്ടില്ല. നല്ല മൂവി, വെരി നൈസ് മൂവി. ഓരോ സെക്കൻഡും ശരിക്കും ഞങ്ങൾക്ക് അടുത്ത് വരുന്നത് എന്താണെന്നുള്ളത് ഭയങ്കര ഇമോഷണലായിട്ട് വരുമ്പോൾ ഇത്രയും നല്ലൊരു എൻഡ്, അതാണ് എൻ്റർലി ഡിഫറെൻറ്റ് മൂവി.
എല്ലാവരും കാണണം, എല്ലാവരും കാണേണ്ട ഏറ്റവും ബെസ്റ്റ് മൂവി. അടുത്ത കാലത്ത് ഇത്രയും നല്ലൊരു മൂവി ഞങ്ങൾ കണ്ടിട്ടില്ല. നല്ലൊരു മൂവി, തീർച്ചയായിട്ടും കാണണം. ഗാനം, ലീല ജോസഫിൻ്റെ ഗാനം എടുത്തു പറയേണ്ടതാണ്. വളരെ നല്ലൊരു ഗായിക. ശരിക്കും അവർക്ക് നല്ല ചാൻസസ് കിട്ടേണ്ടതാണ്. ഇത്ര ബെസ്റ്റ് സിംഗർ, നല്ല ശരിക്കും ഇമോഷണൽ ആയിട്ടുള്ളൊരു നല്ല സോങ്. ഷി റെൻഡഡ് വെരി നൈസ്ലി. എൻ്റെ സിസ്റ്റർ കൊണ്ടാണ് ലീല ജോസഫ്, ലീലയുടെ ചേച്ചിയാണ് ഞാൻ. അപ്പം ഗാനങ്ങൾ ഞങ്ങൾ വളരെ മനോഹരമായിരുന്നു, വളരെ നന്നായിട്ട് ആസ്വദിച്ചു. ആകെ മൊത്തം ഒരു അടിപൊളി ഫിലിം എന്ന് ഞങ്ങൾക്ക് പറയാറുണ്ട്. ഞങ്ങളുടെ എല്ലാം മനസ്സിൽ തട്ടുന്ന ഒരു സ്ക്രിപ്റ്റായിരുന്നു എന്ന് വേണം പറയാൻ. പിന്നെ സംവിധാനവും മികച്ച ഫോട്ടോഗ്രാഫി ആൻഡ് പാട്ടുകൾ അതിമനോഹരം. ആകെപ്പാടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ വളരെ ഹൃദയത്തിലേറ്റുന്ന ഒരു സിനിമയെന്ന് വേണം ഇത് പറയാൻ. അപ്പം എല്ലാവർക്കും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വിജയത്തോടെ ഈ സിനിമ മുന്നേറട്ടെ എന്ന് പ്രാർത്ഥനയോടെ. ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ്. തീമും ഡിഫറെൻ്റ് ആണ്, ഇമോഷണലി ബോണ്ടിങ് ആണ്. അതെ ഞാൻ കരഞ്ഞു, ശരിക്കും കരഞ്ഞു ഫിലിം കണ്ടിട്ട്. സ്പെഷ്യലി ആ കുട്ടീനെ അവിടെ ഇട്ടിട്ട് പോകുമ്പോഴേ 2 പട്ടികളവിടെ വരുന്ന അത് ഒരു സീനാണത് ബേസിക്കലി. പിന്നെ ഒരു കൊച്ചു കുട്ടീനെ ഉറക്കി കിടക്കുമ്പോഴത്തേക്കും ഒരു ചിരിയൊക്കെ കൊണ്ടിരുന്നത്, അതൊക്കെ കുറേ അവർ കഷ്ടപ്പാട്ട് കാണും അവിടെ എത്തിക്കാനായിട്ട്.